നമസ്കാരം. ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. ഇൻ്റർനെറ്റിൻ്റെ പുതിയ വിപ്ലവമായ വെബ്3യുടെ സാധ്യതയിൽ കമ്മ്യൂണിറ്റികൾക്ക് സ്വതന്ത്രമായി സ്വയം രൂപപ്പെടാനുള്ള അവസരമുണ്ടായി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ എതേറിയം നെറ്റ്വർക്കിൻ്റെ വരവോടെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ വഴി സ്വതന്ത്രമായ വികേന്ദ്രീകൃത സമൂഹങ്ങൾ അഥവാ ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടു. ഇതിലൂടെ ഇത്രയും കാലം നിലനിന്നിരുന്ന കേന്ദ്രീകൃത സമൂഹം അതായത് സെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന സങ്കല്പം റീഡിഫൈൻ ചെയ്യപ്പെട്ടു. ഈ കാണുന്ന ചിത്രത്തിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇടത് സൈഡിലെ സെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിയാൽ ഗൂഗിൾ, ആമസോൺ, ബാങ്ക് തുടങ്ങി എല്ലാവരുടെയും കൺസ്യൂമർ യൂസർ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ പേഴ്സണൽ ഡേറ്റകൾ ഈ കോർപ്പറേറ്റുകൾക്ക് മാത്രം കാണാൻ കഴിയുന്നതക്കവിധം അവരുടെ സെർവറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സ്വകാര്യതയും സുതാര്യതയും അഥവാ പ്രൈവസിയും ട്രാൻസ്പെറൻസിയും കുറവായിരിക്കും. എന്നാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ 5000 പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകൾ സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി പരസ്പരം ബന്ധിപ്പിച്ച് അനേകം സെർവറുകളിലായിരിക്കും. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും 5000 പേർക്കും കാണാൻ കഴിയുന്നത്ര സുതാര്യമാണ്, അതായത് ട്രാൻസ്പെറൻ്റ് ആണ്. മാത്രമല്ല ആരുടെയും പേഴ്സണൽ ഡേറ്റ ആവശ്യമില്ലാത്തതിനാൽ പ്രൈവസി സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ തേടിപ്പിടിക്കാം. ടെക്നോളജിയുടെ വരദാനമായ സോൾട്ടൺ ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിറ്റി എന്ന ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് ഒത്തുകൂടാം. ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരൊത്ത് സൗഹൃദം കൊണ്ടാടാം. ജീവിതകാലം വരെ ഒപ്പം വരുമാനവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.